ജനിക്കുന്നതൊരു പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ അപമാനഭാരത്താൽ ആ പെണ്ണിനെ മണൽക്കാട്ടിലെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്ന സ്ത്രീ എന്ന് കേട്ടാൽ അപകർഷതയോടെ മാത്രം കേട്ടിരുന്ന ഒരു ജനതയോട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, മദീന പള്ളിയുടെ ഓരത്ത് വെച്ച്, സഹബാ അലാ ഉഖ്ബിറുക്കും ബിഖൈരി മാ യക്നിസുൽ മർഉ, ഒരു മനുഷ്യന് ഒരു പുരുഷൻ അല്ലാഹു ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും വലിയ നിധി ഏതാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യമാ. ഒരു പുരുഷൻ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമേതാ? അത് അബുദാബിയുടെ ടിക്കറ്റ് അടിക്കലല്ല, ആഫ്രിക്കയിലെ സ്വർണം മുടിഞ്ഞു കിടക്കുന്ന പാടങ്ങളുടെ ഉടമസ്ഥനാവലല്ല. പിന്നെയോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിഖൈരി മാ യക്നിസുൽ മർഉ, ഇങ്ങനെ ജീവിതത്തിന്റെ ഓട്ടത്തിന്റെ ഇടയിൽ അവൻ അറിയാതെ കിട്ടുന്ന വില പിടിപ്പുള്ള നിധി ഏതെന്നറിയോ? സഹാബത്ത് പറഞ്ഞു, നബിയേ ബലാ യാ റസൂലല്ലാഹ്, നബിയെ പറഞ്ഞതാ നബിയേ. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അൽ മർഅത്തു സ്വാലിഹാ, സച്ചരിതയായൊരു പെണ്ണിനെ നിന്റെ ജീവിതത്തിൽ കിട്ടലാ, സ്വാലിഹത്തായൊരു പെൺകുട്ടിയെ നിന്റെ ജീവിതത്തിൽ ഭാര്യയായി കിട്ടലാ. അങ്ങനെ കിട്ടുമ്പോഴാണ് എന്റെ ജീവിതത്തിന്റെ സമാധാനം വീടിന്റെ ഉള്ളിലാവുക. അറിയുമല്ലോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഒരാൾക്ക് അവന്റെ സങ്കടങ്ങൾ അറിയുന്ന, പ്രയാസങ്ങൾ അറിയുന്ന, കട്ടപ്പാടുകളിൽ കൂടെ നിൽക്കുന്ന ഒരു ഭാര്യയെ കിട്ടിയാൽ അവനാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യവാനായ പുരുഷനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണല്ലോ ഹിറാ ഗുഹയുടെ ധ്യാനനിമഗ്നനായി, അന്ധകാരനിബിഡമായ ഹിറാ ഗുഹയുടെ ഉള്ളിലെ ധ്യാനനിമഗ്നനായിരിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചു ടിക്ര എന്ന് പറയുമ്പോ ആ ഗുഹാന്തരീക്ഷത്തിന്റെ വന്യമായ ഇരുട്ടിന്റെ ഉള്ളിൽ പേടിച്ചു വിറച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന് പനി പിടിക്കുകയാ. 40ാമത്തെ വയസ്സിൽ ആകാശത്ത് നിന്ന് വന്ന വഹീകാരണത്താൽ പനി പിടിച്ചു വിറച്ചിട്ട് വേപതയോടെ, വിഹ്വലതയോടെ, വിഭ്രാന്തിയോടെ അല്ലാഹുവിന്റെ റസൂല് ഓടിച്ചെന്നത് എവിടേക്കെന്നറിയോ? ബാറുകളിലേക്കല്ല, മയക്കുമരുന്നിലേക്കല്ല, കൂട്ടുകാരുടെ അടുക്കലിരുന്ന് കളിതമാശ പറഞ്ഞ് സമാധാനം കിട്ടാനല്ല. എന്നാ മക്കയുടെ ജബൽ അബൂ ഖുബൈസിന്റെ താഴ്വാരത്ത് ഒരു ഈത്തപ്പന മരത്തിന്റെ ഓലകൾ കൊണ്ട് മെനഞ്ഞുണ്ടാക്കപ്പെട്ടൊരു കൊച്ചുകുടിലുണ്ട്. ആ കുടിലേക്ക് വേപതയോടെ, വിഹ്വലതയോടെ, വിഭ്രാന്തിയോടെ ഓടി ചെന്നിട്ട് ആ വാതിലിൽ നിന്ന് വിളിക്കുന്നുണ്ട്, സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ, ഖദീജ പൊന്നുമോളെ, തന്റെ ജീവിതത്തിന് അസ്വസ്ഥതയുടെ ഏറ്റവും വലിയ പരിഹാരം ഈ കുടിലിന്റെ ഉള്ളിലാണെന്നറിഞ്ഞ് അല്ലാഹുവിന്റെ റസൂല് ചെല്ലുകയാണ്, സമ്മിലൂനി, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂട്. ഈ അടുത്ത സമയത്ത് മലയാളത്തിൽ ഇറങ്ങിയ ഒരു ആൽബത്തിന്റെ പേര് തന്നെ സമ്മിലൂനി എന്നാണ്. വൻ ഹിറ്റായി മാറിയ ആൽബമാണിത്. അൻഷാദ് തൃശൂർ സംഗീതം നിർവഹിച്ച സമ്മിലൂനി എന്ന പാട്ട്. ആ പാട്ടിൽ പറയുന്ന ഹൃദിവിത്തം ഈ സംഭവത്തെ കുറിച്ചാണ് പറയാ. വളരെ മനോഹരമായ ഹൃദിവിത്തമാണത്. ആ സമയത്ത് ഈ വാക്ക് കേട്ടപ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീടിന്റെ മുമ്പിലിരുന്നിട്ട് എന്നെ ഒന്ന് പുറപ്പിട്ട് മൂടിയിട്ട് ചേർത്ത് പിടിക്ക് ഖദീജ എന്ന് വിളിക്കുന്നത് കേട്ടപ്പോ വാതില് തുറന്നു വന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹാ, പെങ്ങളെ ആ സമയത്തെ പ്രായം 55 വയസ്സ് പ്രായമാണ്. ഖദീജ റളിയല്ലാഹു അൻഹ നിലവിളിച്ചില്ല, ആളെ കൂട്ടിയിട്ടില്ല. ഇവിടെ നിന്നൊരു പ്രശ്നമില്ലാതെ പോയ ഭർത്താവ് പനി കൊണ്ട് പേടിച്ച് വിറച്ചിട്ട് വരുമ്പോ തന്റെ മുന്നിലാണ് തന്റെ പ്രശ്നത്തിന് അഭയമെന്ന് ഉറപ്പിച്ചിട്ട് വന്ന ഭർത്താവിന് ഖദീജ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തെന്നറിയോ? ചരിത്രത്തിന്റെ രേഖകളിൽ കാണാം, ഓടിച്ചെന്ന് 2 കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു. സഹോദരാ, ലോകത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രണയത്തിന്റെ ഏറ്റവും ആദ്യത്തെയും അവസാന
അവസാനത്തെയും വാക്കാണ് സമ്മിലൂനി സമ്മിലൂനി സമ്മിലൂനി, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടിയിട്ടൊന്ന് ചേർത്ത് പിടിക്ക. ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ തീഷ്ണമായ പ്രണയത്തിന്റെ മുഴുവൻ ഭാവങ്ങളെയും ചേർത്ത് പിടിച്ച പകരമില്ലാത്ത ചരിത്രത്തിന്റെ ആഖ്യാനമാണ് സമ്മിലൂനി. ആ ഒരു ഭാര്യ ഭർത്താവിനാരാണ്, ഭർത്താവ് ഭാര്യക്കാരാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ചരിത്രത്തിന് അപൂർവമായൊരു ഭാര്യ ഭർത്തൃ സംഗമമാണ് സമ്മിലൂനി. ഓടിച്ചെന്ന് രണ്ട് കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് വീടിന്റെ അകത്തേക്ക് കൊണ്ടുവന്ന് ഒരു സൗകര്യമില്ലാത്ത ഈത്തപ്പന മരത്തിന്റെ ഓല വിരിച്ചിട്ടതിന്റെ മുകളിലേക്ക് ഇരുന്ന് തന്റെ ഭർത്താവിനെ തന്റെ മടന്റെ കൈവിരലുകൾ കൊണ്ട് ഖദീജ ബീവി അല്ലാഹുവിന്റെ റസൂലിന്റെ മുടികൾക്കിടയിലൂടെ തടികിത്തലോടെ രണ്ട് കൈകൾ കൊണ്ട് കവിളിലേക്ക് ചേർത്ത് പിടിച്ച് മടിയിൽ കിടത്തി ആ ഭർത്താവിന്റെ ആകുലത നിൽക്കുന്ന സമാധാനമില്ലാത്ത കണ്ണിലേക്ക് നോക്കി ഖദീജ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഭർത്താവേ വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ ഇന്നക ലതസിലുർ റഹ്മാ വതസ്തുഖുൽ ഹദീസ വതഹ്മിലുൽ കല്ലാ വതുകരിൽ ലൈഫ വതുഈനു അലാ നബായിബിൽ ഹഖ്. വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം, ലാ യുഖ്സീകല്ലാഹു അബദാ, അല്ലാഹു അങ്ങേ ദുഃഖിപ്പിക്കില്ല നബിയേ. എന്തിന് ഭയപ്പെടണം, എന്തിന് സങ്കടപ്പെടണം, എന്തിനെന്റെ പ്രിയപ്പെട്ടവന്റെ കണ്ണ് നിറയണം, എന്തിനാണ് കൽബ് പതറുന്നത്, എന്തിനാണ് കാല് തളരുന്നത്? അല്ലാഹു നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ. ഇത് കേൾക്കുന്ന ഓരോ ഭർത്താക്കന്മാരും ഭാര്യയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കാണിത്. വല്ലാഹി എന്നെ നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ തന്നെയാണ് സത്യം, ലാ യുഖ്സീകല്ലാഹു അബദാ, അല്ലാഹു നിങ്ങളെ സങ്കടപ്പെടുത്തില്ല കേട്ടോ. ഇന്നക ലതസിലുർ റഹ്മാ, നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്ന ആളാണ്. വതസ്തുഖുൽ ഹദീസ, നിങ്ങൾ എപ്പോഴും സത്യം പറയുന്ന ആളല്ലേ. വതഹ്മിലുൽ കല്ലാ, നിങ്ങൾ സങ്കടം വരും ആളുകൾക്ക് സാന്ത്വനമല്ലേ. നിങ്ങൾ എല്ലാവരുടെയും സഹായിയല്ലയോ. അഗതികളും അനാഥകളും നിരാലംബരും നിരാശ്രയരും നിദ്രാവിഹീനരുമായ എത്രയെത്ര ആളുകൾക്കാണ് നിങ്ങൾ അത്താണിയായത്. ഫക്കീറോം കി മൽജാ ലഈഫോം കി മഅവാ യതീമോം കി വാലി ഗുലാമോം കി മൗലാ ഖതാകാർ സേ ദർഗുസർ. ഞാൻ വെറുതെ ചരിത്രം പറയാൻ വന്നതല്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഹിറാ ഗുഹയിലിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക്, ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം 5ാമത്തെ വയസ്സില് ഹിറാ ഗുഹ ഉംറക്ക് പോയവർക്കറിയാവല്ലോ. ഒരു പ്രാവശ്യം കയറിയവൻ പിന്നെ കയറാൻ മെനക്കെടാത്ത പാറക്കെട്ടുകളുടെ മുകളിലേക്ക് തന്റെ ഭർത്താവിന് കടിക്കാനുള്ള ഭക്ഷണവും ചുമലിൽ വെച്ച് 55ാമത്തെ വയസ്സിൽ ഖദീജ റളിയല്ലാഹു തആല പോകുമ്പോ ഖദീജ ബീവി പാറക്കെട്ട് കയറാണ്, തലയിൽ ചുമടുണ്ട. 55ാമത്തെ വയസ്സിൽ കഷ്ടപ്പെട്ട് വലിച്ച് തന്റെ ഭർത്താവിന് ഭക്ഷണം കൊണ്ടുപോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു, യാ റസൂലല്ലാഹ്, അതാ ഖദീജ ബീവി അങ്ങേക്കുള്ള ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട്. അവരാ ഭക്ഷണവും തലയിൽ വെച്ച് അവര് കഷ്ടപ്പെട്ടു വരുന്നത് കണ്ടപ്പോ അല്ലാഹു എന്നെ പറഞ്ഞു വിട്ടതാണ്. ഖദീജ ബീവിക്ക് അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ട് നബിയേ. ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ത്രീക്ക് അല്ലാഹു സലാം പറയുകയാണ്. ഖദീജ ബീവിക്ക് അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ട് നബിയേ, അവരോട് സലാം പറഞ്ഞുകൊള്ളുകയാണ് പറയവേ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തന്നെ മുമ്പിലെത്തുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ വല്ലാതെ കട്ടപ്പെട്ടല്ല പെണ്ണേ, അതെനിക്ക് ബുദ്ധിമുട്ടില്ല. എന്നാൽ ഖദീജ, അല്ലാഹു നിനക്ക് സലാം പറയാൻ ജിബ്രീലിനെ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് പറയവേ. കണ്ണുനീര് തൂകിയിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നത്, നബിയേ അസമ്മാനി റബ്ബി, എന്റെ പേര് എന്റെ റബ്ബ് എന്റെ പേര് പറഞ്ഞോ. അതേ ഖദീജ, ഇനി അതിൽ പരം എനിക്ക് എന്ത് ആനന്ദം വേണമെന്ന് നബി മുഹമ്മദ് മുസ്തഫയോട് ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹാ അസമ്മാനി റബ്ബി, എന്റെ റബ്ബ് എന്റെ പേര് പറഞ്ഞു.
ഇനി എന്ത് വേണം? എന്റെ സഹോദരിമാര് ശ്രദ്ധിക്കുമെങ്കിൽ ആകാശലോകത്ത് അല്ലാഹു ഖദീജ ബീവിക്ക് സലാം പറഞ്ഞത് എപ്പോഴാ? തന്റെ ഭർത്താവിന്റെ ഗുണങ്ങൾ എടുത്തെടുത്തു പറഞ്ഞു. ഒരു ഭാര്യ ഭർത്താവിന്റെ ഗുണങ്ങൾ എടുത്തു പറയും. ഈ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഇതൊരു ബാലൻസിങ്. ഇത്ര നേരം ഞാൻ ഭർത്താവിനെയാണ് പറഞ്ഞത്. ഒരു ഭാര്യ തന്റെ ഭർത്താവിനോടുള്ള ഗുണങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞാൽ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ഇത് നമ്മളങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോ തുടങ്ങും, നിങ്ങൾ എന്നെ കെട്ടിയതിന് ശേഷം ഇന്നേ വരെ ഒരു നല്ല കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തിനു ഭർത്താവിനോട് ഭാര്യ ഒരു പ്രശ്നം ഉണ്ടായ എന്തിനു കൊള്ളാം, അവനെ നോക്ക്, അവൻ അതിനേക്കാളും ഗതികേടിലായിരിക്കും, വെളിയറിയാത്തത്. അവന്റെ കാര്യം ഇതിനേക്കാളും ഗതികേടിലേക്ക്. ഭർത്താവിന്റെ സ്വഭാവങ്ങൾ നല്ലതുള്ളതിനെ നല്ലതെടുത്ത് പറയണം, മോശമായതിനെ തിരുത്തി കൊടുക്കണം. അല്ലാതെ അവന്റെ പൗരുഷത്തെ ചോദ്യം ചെയ്ത് എന്തിനു കൊള്ളാം നിങ്ങള്? അപ്പൊ അവൻ തീരുമാനിക്കും എന്നെ എന്തിനു കൊള്ളാന്ന് തന്നെ ഞാൻ കാണിച്ചു തരാം. 3 മാസം കഴിയുമ്പോ അവന്റെ കോണ്ടാക്സിൽ 4 പെണ്ണുങ്ങളുടെ നമ്പർ. എന്നെ ഒന്നിനും കൊള്ളൂല എന്നല്ല നീ പറഞ്ഞത്. ഇത് വാശിയാണ്, അതൊരു മുറിവാണ്. പൗരുഷത്തെ ചോദ്യം ചെയ്താൽ, സ്ത്രീത്വത്തെ ചോദ്യം ചെയ്താൽ രണ്ടുപേരും തമ്മിൽ വാശി കൂടും. ഭാര്യയുടെ എന്തിനു കൊള്ളാടി, അപ്പുറത്തെ പെണ്ണിന് അതങ്ങനെ. നമ്മുടെ ടെറസിന്റെ മുകളിൽ കയറിയിട്ട് അപ്പുറത്തെ അയൽപക്കക്കാരന്റെ ഭാര്യ തുണി വിരിക്കുന്നത് കണ്ടാൽ നമ്മളുടെ ഏറ്റവും വലിയ ബൂട്ടി അവളാന്ന് പറയും. അയൽപക്കക്കാരന്റെ പെണ്ണ് എപ്പോഴും നമ്മുടെ കണ്ണില് അതിസുന്ദരിയായി. നമ്മുടെ ഭാര്യയുടെ സൗന്ദര്യം അറിയണമെങ്കിൽ അയൽപക്കക്കാരന്റെ ടെറസിൽ കയറിയിട്ട് നമ്മുടെ വീട്ടിലോട്ട്. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരസ്പര ബഹുമാനമാണ്. ബോഡി ഷെയ്മിങ് നടത്തുക. എത്ര ആളുകൾ ഗൾഫിൽ പോയി കടന്നു. അവസാനം ഇങ്ങനെയുണ്ടല്ലോ ഒരു മനുഷ്യൻ അടുക്കളയിലോട്ട് പോണ കാണാം. ഒരു സ്പൂൺ അങ്ങോട്ടെറിയും, ഒരു തവി ഇങ്ങോട്ടെറിയും, 2 പാത്രം അപ്പുറത്ത് കിടക്കും. ആ സമയത്ത് ഞാൻ ചെറുക്കമ്മ ഉമ്മ ചോറ് ഒക്കെ പെറ്റതാണ് എന്റെ തെറ്റ്. രണ്ടുപേരും തമ്മിൽ ഉടക്കഴിഞ്ഞ ഭർത്താവ് പിണങ്ങി ഇറങ്ങി. അപ്പൊ പിന്നെ ഭാര്യയുടെ അടുത്ത ജോലി റീൽസ്. ഇൻസ്റ്റാഗ്രാമിൽ കയറുക, നന്നായിട്ട് അഭിനയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. റീൽസ് 5 മിനിറ്റുള്ള റീൽസ് ആണ് റിയൽ ലൈഫ് എന്ന് ധരിക്കുന്നവരാണ് നമ്മുടെ സ്ത്രീകളിൽ പലരും. എന്റെ പൊന്നു പെങ്ങളെ, അത് അഭിനയമാണ്, ഫിൽറ്റർ ഇട്ടിട്ടുള്ള അഭിനയമാണ്. അവരുടെ ജീവിതത്തിൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ തീർന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ അടക്കണം കണ്ടിട്ടില്ലല്ലോ. ഇന്നലെ ദുബൈയിൽ ഇന്നലെ രാത്രി ഞാൻ വരുന്ന സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, അതെ അവൾ ഏത് സമയത്ത് റീൽസിലാണ് അവളുടെ ജീവിതം. റീൽസ്. രണ്ടുപേരും കൂടെ എന്നെ കാണാൻ വന്നു. വലിയ പ്രശ്നമാണ്. അങ്ങനെ എന്താ പ്രശ്നം ചോദിച്ചപ്പോ ഈ പെണ്ണിന്റെ റീൽസാണ്. ഇവൻ ഓരോന്നോരോന്ന് അയച്ചു. ഇവൻ ഭയങ്കര ബിസിനസ്സുകാരൻ. ഇവൻ 2 ഫോൺ എടുത്ത് പൊട്ടിച്ചു. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും മനോഹരമായ ജോഡികൾ എന്ന് പറഞ്ഞ് റീൽസ് ഇട്ട ആ ജോഡികളാണ് ഭർത്താവ് ഭാര്യയെ കൊന്നത്, കെട്ടിത്തൂക്കിയത്. അവരുടെ റീൽസുകൾ എത്ര കണ്ട് അമ്പരന്ന് പോയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും റീൽസുകൾ ഉണ്ടായ 2 ജോഡികൾ അവര് പിരിയാൻ തീരുമാനിച്ചു. ബിഗ് ബോസിലെ മത്സരാർത്ഥികളാണവർ. കേരളത്തിലെ പെണ്ണുങ്ങളുടെ കടപ്പറകളിൽ പോലും രോമാഞ്ചം നൽകിയവരാണവർ. അവര് 2 പേരും പിരിയുന്നു. അവരാരും വലിയ പുരോഗമനവാദികളാണ്. ബിഗ് ബോസിലൊക്കെ പോകണമെങ്കിൽ അത്രമേൽ പുരോഗമനവാദികളാണ്. ഭർത്താവിനോട് ചോദിച്ചെന്താ പിരിയാൻ കാരണം? അവൾക്ക് നിയന്ത്രണമില്ലാത്ത പക്ഷിയെ പോലെ പറക്കണം. അങ്ങനെ നിയന്ത്രണമില്ലാതെ പറപ്പിക്കാൻ എനിക്ക് പറ്റില്ല. ആര്? പള്ളിക്കലെ ഖത്തീബല്ല പറയണത്, ബിഗ് ബോസിലെ മത്സരാർത്ഥിയാണ്. കാരണം ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചോളം അവന്റെ ഭാര്യ ഭർത്താവ് എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ ബന്ധങ്ങളുടെ ആഴങ്ങളുണ്ട്, അതിന്റെ തീവ്രതകളുണ്ട്. ആർക്കും മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ പരസ്പരം ബഹുമാനിക്കുക. പരസ്പരം ബഹുമാനിക്കുക. പരസ്പരം ജീവിതത്തിൽ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ബഹുമാനിക്കുക.
ഇത് ഭാര്യയോട് വഴക്കുണ്ടായ എന്നെ തന്നേടല്ലോ. ഭാര്യയോട് ആദ്യം പറയണ വഴക്കുണ്ടായാൽ നിന്റെ വാപ്പാണ്ടല്ലോ നിന്നെ എന്റെ തലയെ കെട്ടിവെച്ചോ, നിന്നെ എന്റെ തലയെ കെട്ടിവെച്ച നിന്റെ വാപ്പായില്ലേ, അയാളെ പറഞ്ഞ കാര്യമുള്ളൂ. ആ പെണ്ണ് പിന്നെ അവളുടെ ജീവിതത്തിൽ എന്താ ഒരു പ്രതീക്ഷ ഉണ്ടാകുക? അവളെ മനസ്സിനെ വേദനിപ്പിക്കും. അവളുടെ വാപ്പ നമുക്കാരാ? ഞാൻ ഇന്നിപ്പോ ഇത് മാത്രം പരസ്പരമുള്ള ഒരു ബഹുമാനം. അവളുടെ വാപ്പ നമ്മുടെ ആരാ? ഭാര്യയുടെ വാപ്പ നമ്മുടെ ആരാ? അവരാരുമല്ലേ? ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ആ ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാരുടെ ഇടയിൽ ഒരു ദിവസം വലിയ പ്രശ്നമുണ്ടായി. എല്ലാവരും പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിന് ആയിഷ ബീവിയോട് അല്പ സ്നേഹം കൂടുതലാണ്, നമ്മളെക്കാളേറെ ആയിഷ ബീവിയോട് വല്ലാത്ത സ്നേഹം കൂടുതലാണ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നമുക്ക് കൂടി അവകാശപ്പെട്ട ഈ സ്നേഹം തിരിച്ചു പിടിക്കണമെന്ന് ബാക്കിയുള്ള ഭാര്യമാരെല്ലാം ഒരുമിച്ച് കൂടി എത്രയല്ല റസൂലിന്റെ ഭാര്യമാർ ആയിഷത്തും ഹഫ്സത്തും സൗദ സഫിയത്തും മൈമൂനത്തും റംല ഹിന്ദും സൈനബുൻ കദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ അത്താഹു ഇബ്രാഹിമു മിൻ സൂരിയ വ ഉമ്മുഹു മാരിയത്തുൽ കിബ്തിയ. അങ്ങനെ അവരെല്ലാവരും കൂടി സഫിയ റളിയല്ലാഹു അൻഹയെ ചുമതലപ്പെടുത്തി അല്ലാഹുവിന്റെ റസൂലിനോട് ഈ വിഷയം പറയാൻ. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലിരിക്കുമ്പോ സഫിയ ബീവി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന അസ്വാദക യുനാശിദുനകൽ അദില ബിബിനതി ഇബ്നി അബീ ഖുഹാഫ, അബൂ ഖുഹാഫയുടെ മകന്റെ മകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ ബീവിയോട് ഒരു സ്നേഹം കൂടുതലാണെന്ന് ഭാര്യമാരുടെ ഇടയിൽ പരാതിയുണ്ട് നബിയേ. അതുകൊണ്ട് ആ പരാതി ഒന്ന് പരിഹരിക്കണമെന്ന് പറയവേ അല്ലാഹുവിന്റെ റസൂൽ സഫിയ ബീവിയോട് പറഞ്ഞു, സഫിയ ലാ തുദിനി ബി ആയിഷ, ആയിഷയുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്. ആയിഷ ബീവിയുടെ കാര്യം പറഞ്ഞു കൂടെ കൂടെ നിങ്ങൾ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്നെ നിങ്ങൾ ഉപദ്രവിക്കരുത്. തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബിന്റെ വർത്തമാനം കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ സഫിയ ബീവി തിരിച്ചുപോയി. ആയിഷ ബീവിയോട് സ്നേഹം കൂടുതലാണ്. ഞാൻ ഈ സംഭവം എടുത്തു പറയുന്നത് എന്റെ യുവാക്കളോടാ. ആയിഷ ബീവി കന്യകയായതുകൊണ്ട്, അക്കൂട്ടത്തിലെ ഏറ്റവും സുന്ദരിയായതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് ആയിഷ ബീവിയോട് താല്പര്യം കൂടുതലാണെന്ന് യുക്തിവാദികൾ പരക്കെ പ്രചരിപ്പിക്കാറുണ്ട്. ആയിഷ ബീവിയോട് സ്നേഹം കൂടുതലുണ്ടതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്. അത് പറഞ്ഞാൽ ലോകത്തൊരു ഏംഗൽസിനോ ഒരു കൺഫ്യൂഷ്യസിനോ ഒരു ലെനിനോ എന്ന് വേണ്ട, അലക്സാണ്ടറിനോ ഈ നെപ്പോളിയനോ അങ്ങനെ ആവാൻ കഴിയില്ല മോനെ. ഇതങ്ങനെ ആവാൻ കഴിയുന്ന ഒരേ ഒരാളെ ഉള്ളൂ, അതെന്റെയും നിങ്ങളുടെയും ഹബീബ്, നമ്മുടെ കൽബിന്റെ തബീബ്, സുബുലുൽ ഹുദാ റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ.